എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏറ്റവും പ്രതീക്ഷ ഞാൻ പറഞ്ഞല്ലോ മെൻ ഡബിൾസിലാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ഉള്ള പ്ലെയർ ആണ് സിന്ധു. ഓൾമോസ്റ്റ് ഒളിമ്പിക്കും ഉള്ളത് എല്ലാം ഈക്വൽ പ്ലെയർ ആണ്. പക്ഷേ സിംഗിൾസിലും നല്ല പ്രതീക്ഷയാണുള്ളത്. ലക്ഷ്യ സെൻ, പ്രണോയ്, സിന്ധു ഉണ്ട്. ഇവരിൽ മൂന്നിൽ നിന്നും നമുക്ക് മെഡൽ പ്രതീക്ഷ തന്നെയാണുള്ളത്. വേൾഡ് ചാമ്പ്യൻഷിപ്പ്, ഏഷ്യൻ ഗെയിംസ് എല്ലാം മെഡൽ നേടിയ ആളാണ് പ്രണോയ്. അങ്ങനെ നോക്കുമ്പോൾ അത് അങ്ങനെ സ്ട്രഗിൾ എന്ന് പറയാൻ പറ്റില്ല. കാരണം ഒരു പ്ലെയറിനെ സംബന്ധിച്ചോളം എപ്പോഴും ജയിക്കുക എന്നുള്ളത് വളരെ പ്രയാസമേറിയ കാരണം. അതും ബാഡ്മിൻ്റൺ വളരെ നല്ല പ്രതീക്ഷയാണ് ഉള്ളത്. ഡബിൾസിലാണ് അത് വേൾഡ് നമ്പർ 1 ആണ് അവർ. നമുക്ക് പ്രതീക്ഷയുണ്ട്. പക്ഷേ മറ്റുള്ള മെൻ ഡബിൾസോ അല്ലെങ്കിൽ സിംഗിൾസിൻ്റെ അത്ര എൻ്റെ അഭിപ്രായത്തിൽ അത്ര പ്രതീക്ഷയില്ല. കാരണം തീർച്ചയായിട്ടും ഒരു ഗോൾഡോ സിൽവറോ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ പ്രാവശ്യം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ബാഡ്മിൻ്റൺ വളരെ നല്ല പ്രതീക്ഷയാണ് ഉള്ളത്. കാരണം ഒന്നാമത് നമുക്ക് ഏറ്റവും മെഡൽ പ്രതീക്ഷയുള്ളത് ഡബിൾസിലാണ്. അത് വേൾഡ് നമ്പർ 1 ആണ് അവർ. അപ്പോൾ അവരുടെ ഒരു നല്ല ഡേ ആണ്. ഒരു 4-5 ദിവസം അവരുടെ ഡേ ആണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗോൾഡോ സിൽവറോ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. മെയിനായിട്ട് ഒരു ചൈനീസ് പ്ലെയറിനാണ് അവർക്ക് ഒരു ബുദ്ധിമുട്ടായിട്ടുള്ളത്. എല്ലാം ഈക്വൽ പ്ലെയർ ആണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ചൈനീസായിട്ടാണ് അവർ റീസെൻ്റ് ആയിട്ട് തോറ്റിട്ടുള്ളത്. അവരെ മറികടക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ പോലെ ഒരു മെഡൽ നമുക്ക് പ്രതീക്ഷിക്കാം. സിംഗിൾസിലും നല്ല പ്രതീക്ഷയാണുള്ളത്. ലക്ഷ്യ സെൻ, പ്രണോയ്, സിന്ധു ഉണ്ട്. ഇവരിൽ മൂന്നിൽ നിന്നും നമുക്ക് മെഡൽ പ്രതീക്ഷ തന്നെയാണുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്. സിംഗിൾസ് വളരെ ക്രൂഷ്യലാണ് എല്ലാവർക്കും. എല്ലാം ഒരേപോലെ കളിക്കുന്ന പ്ലേയേഴ്സ് തന്നെയാണ്. അപ്പം അന്നത്തെ ദിവസം ആര് നന്നായിട്ട് കളിക്കുന്നോ തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ നോക്കുമ്പോൾ ഒരു മെഡൽ പ്രതീക്ഷ അതിലും സിംഗിൾസിലും ഉണ്ട്. സിന്ധുവിൻ്റെ പെർഫോമൻസ് തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെയായിരിക്കും. കാരണം നല്ലൊരു എക്സ്പീരിയൻസ് ഉള്ള പ്ലെയർ ആണ് സിന്ധു. ഓൾമോസ്റ്റ് ഒളിമ്പിക്കും അതുപോലെ വേൾഡ് ചാമ്പ്യൻഷിപ്പ് എല്ലാം നമുക്ക് മെഡൽ നേടിത്തുന്ന ഒരു പ്ലെയർ ആണ് സിന്ധു. അങ്ങനെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഒളിമ്പിക്സിലും ഒരു മെഡൽ പ്രതീക്ഷിക്കാവുന്നതാണ് സിന്ധുവിൽ നിന്ന്. അത് അങ്ങനെ സ്ട്രഗിൾ എന്ന് പറയാൻ പറ്റില്ല. കാരണം ഒരു പ്ലെയറിനെ സംബന്ധിച്ചോളം എപ്പോഴും ജയിക്കുക എന്നുള്ളത് വളരെ പ്രയാസമേറിയ കാരണം. അതും വേൾഡ് സർക്യൂട്ടിൽ ഈക്വൽ ആയിട്ടുള്ള പ്ലെയേഴ്സാണ് എല്ലാവരും. അപ്പോൾ ചില ദിവസം കുറച്ച് എന്തെങ്കിലും ഒരു സ്ട്രോക്സ് നെറ്റിൽ പോവുകയോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടാണ് സിന്ധുവിന് ഉണ്ടാകുന്നത്. പക്ഷേ അതൊക്കെ ക്ലിയർ ചെയ്ത് ഒളിമ്പിക്സിന് തീർച്ചയായിട്ടും നല്ല പ്രിപ്പയർ ചെയ്ത് സിന്ധു ഒളിമ്പിക്സ് കളിക്കുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. പ്രണോയിയെ സംബന്ധിച്ചോളം ആദ്യത്തെ ഒളിമ്പിക്സ് ആണ്. പക്ഷേ വേൾഡ് ചാമ്പ്യൻഷിപ്പ്, ഏഷ്യൻ ഗെയിംസ് എല്ലാം മെഡൽ നേടിയ ആളാണ് പ്രണോയ്. അങ്ങനെ നോക്കുമ്പോൾ ഒളിമ്പിക്സും അതുപോലെ ഒരു നല്ല രീതിയിൽ നല്ല പ്രകടനം കാഴ്ചവെച്ചാൽ പ്രണോയിൽ നിന്നും നമുക്ക് ഒരു മെഡൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ഒരു വീക്ക് പോയിന്റ് ആയിട്ട് അങ്ങനെ ഇല്ല പ്രണോയ്ക്ക്. പിന്നെ നല്ല ഫാസ്റ്റ് ആയിട്ടാണ് പ്രണോയ് കളിക്കുന്നത്. അതുപോലെ നല്ല എക്സ്പീരിയൻസ് ഉള്ള പ്ലെയറാണ് പ്രണോയും. വേൾഡ് സർക്യൂട്ടിൽ ഒരുപാട് നാളായി കളിക്കുന്നു. പിന്നെ എല്ലാ ടൂർണമെൻറ്റും അവരെല്ലാ പ്ലേയേഴ്സും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കളിക്കുന്നതാണ്. അപ്പം അന്നത്തെ ദിവസം ആ ഒരു 1 വീക്ക് എങ്ങനെ പ്രണോയ് പെർഫോം ചെയ്യുന്നു എന്നുള്ളതാണ്. നല്ല രീതിയിൽ ഇഞ്ചുറി ഒന്നും ഇല്ലാതെ നല്ല രീതിയിൽ കളിക്കാൻ പറ്റിയാൽ തീർച്ചയായിട്ടും നല്ലൊരു പെർഫോമൻസ് പ്രണോയിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. വുമൺ നമുക്ക് പ്രതീക്ഷയുണ്ട്. പക്ഷേ മറ്റുള്ള മെൻ ഡബിൾസോ അല്ലെങ്കിൽ സിംഗിൾസിൻ്റെ അത്ര എൻ്റെ അഭിപ്രായത്തിൽ അത്ര പ്രതീക്ഷയില്ല. കാരണം ജപ്പാനും ചൈനീസും ഒക്കെ നല്ല സ്ട്രോങ് ആണ് വുമൺ ഡബിൾസിൽ. അവർക്കും അവരുടെ രീതിയിൽ നല്ല അശ്വിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല എക്സ്പീരിയൻസ് ഉള്ള പ്ലെയറാണ്. അപ്പോൾ നല്ല രീതിയിൽ കളിച്ചാൽ തീർച്ചയായിട്ടും ഒരു പെർഫോമൻസ് അവരിൽ നിന്നും പ്രതീക്ഷിക്കാവുന്നതാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏറ്റവും പ്രതീക്ഷ ഞാൻ പറഞ്ഞല്ലോ മെൻ ഡബിൾസിലാണ്. പിന്നെ വുമൺ സിംഗിൾസിലും നമുക്ക് പ്രതീക്ഷയാണ്. പിന്നെ മെൻ സിംഗിൾസിലും പ്രതീക്ഷയുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും പ്രതീക്ഷ മെൻ ഡബിൾസിലാണ്.